കർക്കിടക മാസം വന്നെത്തിയല്ലോ. പുറത്ത് നല്ല മഴ. മഴ ആസ്വദിക്കുന്നുണ്ടോ? മഴയോടൊപ്പം കർക്കിടക മാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലും. എന്തുകൊണ്ടാണ് കർക്കിടക മാസം ഇത്ര വിശേഷപ്പെട്ട മാസമായി കാണുന്നത്? മലയാളം മാസങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ മാസമാണ് കർക്കിടകം. മലയാളം കലണ്ടറിലെ 12ാമത്തെ മാസമാണ് കർക്കിടകം. ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് കർക്കിടകം, അല്ലേ? പണ്ടുകാലത്ത് വറുതിയുടെയും പട്ടിണിയുടെയും മാസമായിരുന്നുവെങ്കിലും ഇന്ന് ശാരീരികവും മാനസികവുമായ ഉണർവിനും ആത്മീയതയ്ക്കും ഏറെ പ്രാധാന്യമുള്ള മാസാചരണമായാണ് കർക്കിടകത്തെ മലയാളികൾ കാണുന്നത്. കർക്കിടക മാസം സാധാരണയായി മഴ ശക്തമാകുന്ന സമയമാണ്. പഴയകാലത്ത് കൃഷി കുറവായതിനാൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ മാസം പഞ്ഞമാസം എന്ന പേരിലും അറിയപ്പെടുന്നത്. എന്നാൽ ഈ മാസത്തിന് മറ്റൊരു മനോഹരമായ വശമുണ്ട്. ആദ്യത്തേത് ആരോഗ്യം. ആയുർവേദം പറയുന്നത് മഴക്കാലത്ത് ദഹനശക്തി കുറയാം എന്നാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകക്കഞ്ഞി, ഔഷധച്ചെടികൾ ചേർത്ത ഭക്ഷണം, ലളിതമായ ആഹാരം എന്നിവ ശരീരത്തിന് കരുത്ത് നൽകുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് ആത്മീയത. പല വീടുകളിലും ഈ മാസത്തിൽ രാമായണ പാരായണം നടത്തിവരാറുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടും സത്യസന്ധതയോടും നേരിടാൻ ശ്രീരാമന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. മൂന്നാമത്തേത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരൽ. മഴയുടെ ശബ്ദം, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി, ശുദ്ധവായു ഇവ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു. ഈ മാസം ജീവിതത്തിൻ്റെ വേഗത കുറച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സ്വയം ശ്രദ്ധിക്കാനുള്ള അവസരമാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിലും കർക്കിടകം നമ്മെ ഒരു പ്രധാന സന്ദേശം ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യം സംരക്ഷിക്കൂ, മനസ്സിനെ ശാന്തമാക്കൂ, ജീവിതത്തിലെ നല്ല മൂല്യങ്ങളെ ചേർത്ത് പിടിക്കൂ. ആത്മീയതയോടൊപ്പം പോസിറ്റീവ് ഊർജം മനസ്സിന് ശാന്തതയേകുന്നു. രാമായണ പാരായണം. ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭക്തിപൂർവ്വം പാരായണം ചെയ്യുന്നു. ഇതിലൂടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകന്ന് മനസ്സിന് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. കർക്കിടക ചികിത്സയും ഔഷധക്കഞ്ഞിയും. ഔഷധക്കഞ്ഞി ശരീരത്തിന് ഉണർവും പ്രതിരോധശേഷിയും നൽകാൻ ഈ മാസത്തിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി, അതായത് ഔഷധക്കഞ്ഞി ഉപയോഗിക്കുന്നു. നവരാരി, ജീരകം, ഉലുവ, വിവിധതരം ആയുർവേദ മൂലികകൾ എന്നിവ ചേർത്താണ് ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. കർക്കിടക മാസം കലണ്ടറിലെ ഒരു മാസം മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും റിഫ്രഷ് ചെയ്യിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ്. ഈ പുണ്യമാസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള അറിവുകൾക്കും പ്രചോദനാത്മക വീഡിയോകൾക്കും കവിതകൾ കേൾക്കുന്നതിനും കഥകൾ കേൾക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.